എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. അതുല്യ എന്ന് പറയുന്ന പെങ്കൊച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്ത ഒരു ശബ്ദ സന്ദേശമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് ആത്മഹത്യ ചെയ്യുന്നത് പേടിയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവർ എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് ഈ മൊട്ട തെണ്ടീനോട് ഇത്രയും കാലം അവർ ജീവിച്ചതെന്ന്. ഇത്രയും കാട്ടവരാതെ മൊത്തം കാണിച്ചു വെച്ചിട്ട് എന്ത് അഭിനയിക്കുന്നത് നോക്കിയണവേ. നിങ്ങൾക്ക് കരയണം, അങ്ങ് കുഞ്ഞെന്നൊക്കെ വിളിച്ച് ഞാനില്ലാതെ നീയില്ല, നീയില്ലാതെ ഞാനില്ല, എന്തൊക്കെ ഡയലോഗുകളുടെ മൊട്ട നീ അടിക്കുന്നത്. എവനാണ് കൊടുക്കേണ്ടത് ഓസ്കാർ? എവിടെ പോയാലും അവൾ വണ്ടി എടുക്കും, ഞാൻ പുറകെ ഇരിക്കും. ആ ഒരു ലൈഫാണ് എൻ്റേത്. അവളായിരുന്നു എൻ്റേത്, അവൾക്കും ഞാൻ തന്നെ ആയിരുന്നു. എൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ കാര്യം. അവൾ എൻ്റെത്, ഞാൻ അവളത്. എന്തൊരു സ്നേഹോടാ കള്ള കാവടി നിൻ്റെ. ഈ സ്നേഹനിധിയാണ് ഈ പാക്കൂത്തോളം മൊത്തം കാണിച്ചു കൂട്ടിയത്. ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ്. വീക്കെൻഡ് വീട്ടിൽ പറയുന്നതുകൊണ്ടൊക്കെ ഞാൻ ദിവസേന കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് ദിവസേന കഴിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഡെയിലി കഴിക്കുന്നതോ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമില്ല. ചേട്ടാ, നീ വീക്കെൻഡിൽ മാത്രം അടിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. നീ മഹത് വ്യക്തി തന്നെ, സമ്മതിച്ച്. പക്ഷെ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാറുണ്ട്. ഈ വീക്കെൻഡിൽ മാത്രം അടിക്കുന്ന ഒരുത്തൻ്റെ തന്തയില്ലാത്ത രോണാടാ നീ ഇപ്പം ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. വീഡിയോ എന്തുവാടേ ഈ അവസാനം പറഞ്ഞത് എമൗണ്ട് വരാനെന്നല്ലേ? അത് ശരി. വീക്കെൻഡിലപ്പോൾ ഇവൻ ചാരായവും എമ്മും കൂടെ മിക്സ് ചെയ്താണെന്ന് തോന്നുന്നു കേട്ടോ കയറ്റുന്നത്. എടാ, ഒരു പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അത് നിന്ന് വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം അറിഞ്ഞ് നിൻ്റെ ഈ അപരാധിച്ച സ്വഭാവം. അവളവിടെ വെക്കാറുമില്ല. അവൾ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എനിക്കറിയണം. എൻ്റെ കുഞ്ഞ് ശരിയാണ്, ഒരുപാട് വിഷമം അനുഭവിച്ചവളാണ് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ പറയുന്നത്, എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് പിരിയാം. ഓ, ഇപ്പം പ്ലേറ്റങ്ങ് കമുത്തി ദുരൂഹതയെന്ന്. നീ ഒരു നടനാണ്, നീ നടൻ. ഇവൻ തന്നെ പറയുന്നുണ്ട് താക്കോല് പൂട്ടി അവ എടുത്തിട്ടാണ് നമുക്ക് കുടിക്കാൻ പോയെന്ന്. അറമാദിക്കാൻ കൂട്ടുകാരന്മാരോടാ. എടാ, പിന്നെ അവിടെ ആര് കയറാനാണ്ടാ? നിൻ്റെ തന്ത വന്ന് കയറുമോ? ഇവൻ ചെന്നപ്പോഴത്തേക്കും അവർ തൂങ്ങി നിൽക്കുന്നു. എന്നിട്ട് ഈ കാല് തറയിൽ തൊടുന്നുണ്ടായിരുന്നു. ഇവർക്ക് വേണമെങ്കിൽ കാല് തൊടായിരുന്നെന്ന്. അത് തന്നെ, തൊടായിരുന്നെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവനൊക്കെ കാണുമായിരുന്നിട്ടുണ്ട്. ഇവൻ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ നോക്കി കാണൂല. അതാണ് ഇവിടെ നടന്നത്. വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നാണക്കേട് വേണമല്ലോ. ഇവളെന്തിനു തൂങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ്റെ പേരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ 100% പറയുമല്ലോ, ഇവനെ കാരണമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇവൻ രക്ഷപ്പെടുത്താൻ നോക്കി കാണൂല. ഇവൻ CPR മൈരൊന്നും കൊടുത്തു കാണൂല, കള്ള മൊട്ട മൈരൻ. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് പ്രാവശ്യം പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ. എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതുല്യം ഭയങ്കര പൊസസീവ്. അതെ, ഇവൻ ഒരുപാട് ചേർത്ത് പിടിച്ച് ഇവൻ സ്നേഹിച്ചായിരുന്നു. ആ ചേർത്ത് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരവള്ളിയിൽ കുത്തി പിടിച്ചിട്ടാണ് സ്നേഹിച്ചത്. അവൻ അത്രയ്ക്ക് സ്നേഹമാണ് അവന്. 3 ദിവസത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് 1/2 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നു. അതാ പാടാ ഇവിടെ എല്ലാം കാണുന്നത്. അതിനകത്ത് കാണിച്ച് കാണുമല്ലോ. കേട്ടില്ല ഞങ്ങൾ? പ്രത്യേകതര ഒരു സ്നേഹമാണ്. കുരവള്ളിയിൽ 1/2 മണിക്കൂറോളം കുത്തിപ്പിടിച്ചിട്ടുള്ള സ്നേഹമാണ് അവൻ്റെ. വല്ലാത്തൊരു ഭയങ്കര വികാരഭരിതനായിട്ടുള്ളൊരു സ്നേഹം തന്നെടാ, കള്ള കാവടി. എന്തെങ്കിലും നടന്നായിട്ട് അതാണോ നിങ്ങളിത് ആത്മഹത്യ അല്ല എന്ന് പറയാനുള്ള കാരണം? അതിങ്ങനെ മുറയ്ക്ക് ഉപദ്രവിക്കുമ്പോൾ അവൾ പറയും ഞാൻ ചാവത്തില്ല അമ്മേ, അഥവാ ഞാൻ ചാവുകയാണെങ്കിൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണോന്ന്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ സൂയിസൈഡ് ചെയ്തതായിരിക്കില്ലെന്ന്. ഇതേപോലെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും കാണും, പുറത്തു വരാത്തതാണ്. നിങ്ങളടുത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തിനാണ് ഇതേപോലെ സഹിച്ച്? അതിന് 2025 നിങ്ങൾ എന്തെന്നാണ് ഇപ്പോഴും ഇതേപോലെ സഹിച്ച് ജീവിക്കുന്നത്? ടെക്നോളജികളൊക്കെ വളർന്നില്ലേ? സോഷ്യൽ മീഡിയ, വീട്ടുകാർ, ചില വീട്ടുകാരുണ്ട്, ഇവർ വിളിച്ച് പറയുമ്പോഴത്തേക്കും
മോളെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മോളെ. നിങ്ങൾ ഇത് സഹിച്ച് ജീവിക്കും മക്കളെ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു കൊച്ചൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ അങ്ങ് ശരിയായിക്കോളും, അവൻ അങ്ങ് പതിവ്രതനായിക്കോളും മക്കളെ എന്ന്. ചിലർ പറയും, അയ്യോ എനിക്ക് തല ഉയർത്തി നടക്കണം, നാട്ടുകാരെന്തോന്ന് പറയും നാട്ടുകാർ. അങ്ങനെ പറയുന്നതാണെങ്കിൽ ഒരു വീട്ടുകാരെന്ന് നോക്കലും ഇപ്പോൾ മൈരുകളെന്ന് പറയണം. എന്തുമാത്രം നിയമപരമായിട്ടാണെങ്കിലും ടെക്നോളജി ഇപ്പോൾ ഈ മൊബൈലും പിന്നെ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ എന്തോന്നിനാണ്? ചുമ്മാതെ കാണാൻ വേണ്ടിയെന്നുള്ളതല്ല. ഇത് കണക്ക് നിങ്ങളെ ഒന്ന് ഉപദ്രവിക്കുന്ന എന്തെങ്കിലും നൈസായിട്ട് ഒരു വീഡിയോ എടുത്ത് കൊണ്ട് ക്യാഷ് കൊടുക്കണം പാർട്ടികളെ പേരിൽ. ഇവരുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എവളെ ജീവിക്കാൻ അവൻ സമ്മതിക്കൂല, എവളെയും കൊല്ലും, ഞാനും ചാവും എന്നാണ് അവൻ ഈ മൊണ്ണേശ്വരൻ പറഞ്ഞത്. അതാണ് ഇവർ കൊടുക്കാത്തതെന്നാണ് ഇവരെ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇവരെ അമ്മ ഇരുന്ന് പറഞ്ഞത്. കണ്ട ഇവൻ കണ്ണ് മോങ്ങുന്ന കണ്ടില്ലേ? ഇപ്പം ആർക്കൊണ്ട് തിരണം? അന്ന് ആ സംഭവം ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ വീട്ടിൽ ഇരുന്നേനെ, ഈ പെങ്കൊച്ചിപ്പോൾ ജീവനോടെ ഇരുന്നേനെ. അപ്പോൾ അത് നിങ്ങൾ അന്ന് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഇതേപോലൊരു സംഭവം പ്രതിസന്ധി നേരിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് സഹിക്കുന്നത്? നൈസായിട്ടൊരു വീഡിയോ അല്ലേ, ഇപ്പം അവൻ വലിയ പ്രശ്നക്കാരനാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ആദ്യം നിങ്ങൾ മാറണം. മാറിയതിന് ശേഷം ഇപ്പം നിങ്ങളെ ബന്ധുക്കളെടുത്തോ കൂട്ടുകാരെടുത്തോ ഒക്കെ പറഞ്ഞ് സംഭവം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഇതേപോലെ കൊച്ചിനെയും കൊന്ന് സ്വന്തമായിട്ട് ജീവനും ഒടുക്കിയിട്ട് എന്തോന്നടേ ഇതൊക്കെ. ഇങ്ങനെയുള്ള ഈ സൈക്കോ പന്നകളെ കാരണം ഇതേപോലുള്ള ന്യൂസ് നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. ഈ മുട്ടേനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ ഇവനെ സഹായിക്കാനൊന്നും നിൽക്കല്ല് ദയവ് ചെയ്ത്. ഇപ്പം ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ലാത്തൊരു ടീമാണ് അവൻ. ഇവനും കൂട്ടുകാരന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ്റെ അപ്പുറത്തെ ടീമുകളായിരിക്കും അവനൊക്കെ. അല്ലാത്ത കഷ്ടം തന്നെടാ കൂട്ടുകാരന്മാരെ. ഇവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അവൻ്റെ കുടുക ഇടിച്ച് മേകരണം. അതും ഇടിക്കുമ്പോഴത്തേക്കുണ്ടല്ല രണ്ടുണ്ടയും ഇവൻ്റെ വായകയുടെ പുറത്ത് വരണം, അമ്മാതിരി ഇടിക്കണം അവനെ. അതുകൊണ്ട് ദയവ് നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് സ്ത്രീധനം ചോദിച്ചു വരുന്നതും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ അടിയാവുന്ന ആ നിമിഷം തന്നെ തലേന്ന് ഒഴിച്ച് കളയണം എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വിഭജികമാരും അതുല്യമാരും ഇനിയും ഇവിടെ തുടരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഇരിക്കാം ആർക്കായാലും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.